ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സുജല എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സുജല, യഥാർത്ഥ പേരല്ല. എനിക്ക് 45 വയസ്സുണ്ട്. ഭർത്താവ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. കുട്ടികൾ 2 പേരുണ്ട്. 2 പേരും ഡിഗ്രിക്കും PGക്കും ഒക്കെയായി പഠിക്കുകയാണ്. അവർ 2 പേരും ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. പിള്ളേർ 2 പേരും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ഞാനും ഭർത്താവും മാത്രമായി. ഭർത്താവ് നല്ല ബിസിയാണ്. വൈകുന്നേരം വരുമ്പോഴേക്കും ഏകദേശം 8 മണിയാകും. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കിന്നാരം പറഞ്ഞിരുന്ന് പെട്ടെന്നുറങ്ങും. എല്ലാ ദിവസവും ഒരുപോലെയായി. പിന്നെ കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന സമയത്ത് മാത്രമാണ് അവിടെ ഒരു ആവിയും അനക്കൊക്കെ വരുന്നത്. ഞാൻ പറയും, പിള്ളേർ എവിടെങ്ങനെ നിർത്തി പഠിപ്പിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ബോറാണെന്ന്. ഇതൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചില വഴക്കുകളുമായി കഴിഞ്ഞിരുന്ന ഞങ്ങൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു വാർത്ത കേട്ട് വലിയ പ്രശ്നമുണ്ടായി. കാര്യം, എൻ്റെ മകൾ മൂത്തതാണ്. അവൾ ഒരു പയ്യൻ്റെ കൂടെ പെട്ടെന്ന് നാട് വിട്ടെന്ന്. അത് കേട്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. എപ്പോഴും സ്നേഹമായി കഴിഞ്ഞിരുന്ന മകൾ അവൾ ഒളിച്ചോടി പോകേണ്ട കാര്യം എന്താണ്? ഇനിയിപ്പോൾ ഒരു പ്രായമുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കുമായിരിക്കാം. പക്ഷേ ഇങ്ങനെ സംഭവിച്ചത് വല്ലാത്ത അങ്കലാപ്പിലായി. അവസാനം അവരെ 2 പേരെയും കണ്ടെത്തി. ആ ചെക്കൻ്റെ വീട്ടിൽ ഭയങ്കര എതിർപ്പാണ്. അവൻ ഒരിക്കലും എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാര്യം, ജാതിയും മതവും ഒക്കെ വേറെയാണ് എന്ന് പറഞ്ഞാണ് 2 പേരും കൂടി സാഹസം കാണിച്ചത്. എൻ്റെ മകളുടെ സീനിയറായി പഠിച്ച ഒരു പയ്യനാണ്. അവനും അവളും തമ്മിൽ പണ്ടേ സ്നേഹത്തിലായിരുന്നു. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു രീതിയിലും ഒരു സൂചന പോലും അവൾ ഞങ്ങൾക്ക് തന്നിട്ടുമില്ല. നല്ലൊരു കുട്ടിയായിരുന്നു. ചെറിയ പ്രായമല്ലേ മാഡം, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. അവർ 2 പേരും കല്യാണം കഴിച്ചേ പറ്റുമെന്ന് വാശി പിടിക്കുകയാണ്. അതോടുകൂടി പിന്നെ ഗത്യന്തരമില്ലാതെ അവരുടെ 2 പേരുടെയും കല്യാണം ഞങ്ങൾ നടത്തി. ലീഗലായിട്ട് അവർക്കതിനുള്ള പ്രായമുണ്ട്. അല്ലാതെ എന്ത് ചെയ്യാനാണ്? എൻ്റെ മകളെ വെറുതെ വിടാൻ പറ്റുമോ? കാര്യം, അത്രത്തോളം സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയതല്ലേ. ഭർത്താവും പെട്ടെന്ന് തന്നെ ആവശ്യനായി. ഇതൊക്കെ കേട്ട് എന്തായാലും അവൾ കണ്ടെത്തിയത് നല്ല സുന്ദരനായ ഒരു പയ്യനെയാണ്. അവൾക്കാണെങ്കിൽ അവനോട് അന്ധമായ ആരാധനയാണ്. അവനെ മറ്റു പെൺകുട്ടികൾ തട്ടിക്കൊണ്ടു പോകും, ഞാനിപ്പോഴേ കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്നൊക്കെയാണ് എൻ്റെ മകൾ ഭ്രാന്തിയെ പോലെ പറയുന്നത്. പ്രേമം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കാണിക്കുമല്ലോ. അങ്ങനെ അവസ്ഥയിലാണവൾ. അതുകൊണ്ട് ഞങ്ങൾ 2 പേരെ സമാധാനിപ്പിച്ചിട്ടാണ് ആ കല്യാണം നടത്തിയത്. ചെക്കൻ്റെ വീട്ടുകാർ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ അവർക്ക് ഇനി ഇവർ 2 പേരെ കാണണ്ട, അവനെ ആ വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാനല്ലേ പറ്റുകയുള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ വളരെ കോളൊക്കെ സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു അത്. മകളുടെ പഠിത്തം കഴിഞ്ഞിട്ടില്ല. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു IT കമ്പനിയിലാണ്. ചെറിയ ജോലിയാണ്, എങ്കിലും അവൻ മിടുക്കനാണെന്ന് എനിക്ക് തോന്നി. നല്ല ആത്മാർത്ഥമുള്ള ടൈപ്പാണ്. ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ അവന് താല്പര്യമില്ലായിരുന്നു. കുറച്ച് പൈസ കയ്യിലുണ്ട്, അതുകൊണ്ട് ടൗണിലെവിടെയെങ്കിലും താമസിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് വേണ്ട, ഇവൾ ഒരു പൊട്ടിപ്പെണ്ണാണ്. നിങ്ങൾ 2 പേരും ഇവിടെ തന്നെ താമസിക്കൂ, മുകളിലത്തെ നിലയിൽ സൗകര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ കൗതുകത്തെ എതിർത്ത് അവിടെ അവർ 2 പേരും കൂടെ ജീവിതം ആരംഭിക്കാൻ തുടങ്ങി. ഞാൻ ആദ്യമേ പറഞ്ഞു, ആവശ്യമില്ലാത്ത അബദ്ധങ്ങളൊന്നും ഇപ്പോൾ കാണിക്കരുത്. നീ പഠിക്കുകയാണ്, തുടർന്ന് പഠിക്കുക. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് അമ്മയാകാനുള്ള സമയമാകുമ്പോൾ മാത്രം മതി. അനാവശ്യമായ ഒരു കാര്യത്തിലേക്കും എടുത്തു ചാടരുതെന്ന് ഞാൻ ഉദ്ദേശിച്ചു. അപ്പോൾ അവൾ പറയുകയാണ്, അമ്മേ, അവൻ വലിയൊരു സുന്ദരനല്ലേ, അവനെപ്പോലൊരാളെ എനിക്ക് ജീവിതത്തിൽ കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ റിസ്ക് എടുത്തതെന്ന്. അവളുടെ ഭ്രാന്തമായ പ്രണയം എനിക്ക് മനസ്സിലായി. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു, പക്ഷേ കുട്ടികളൊന്നും ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ട, ഞാൻ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടി കഴിഞ്ഞിട്ട് മതി. ഈ കാര്യത്തിലെങ്കിലും തലയിൽ ബോധമുണ്ടല്ലോ എന്ന് ഞാൻ കരുതി മാഡം. അങ്ങനെ അവർ 2 പേരും കൂടി ജീവിതം ആരംഭിച്ചു. അവൾ കോളേജിൽ പോകും, അവനാണ് കൊണ്ടുവിടുന്നത്. വൈകുന്നേരം അവൻ കൊണ്ടുവരില്ല, അവൾ ബസ് കയറി വരികയും ചെയ്യും. അവൻ ഇത്തിരി വൈകിട്ടാണ് വരുന്നത്. ആ സമയത്ത് വീട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചുകൊണ്ട് വരും. ഞാൻ പറയാം, വേണ്ട മോനെ, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. അതല്ലമ്മ, ഇവിടെ താമസിക്കുമ്പോൾ എൻ്റേതായ ചില റെസ്പോൺസിബിലിറ്റികൾ എനിക്കില്ലേ അമ്മേ എന്ന് പറഞ്ഞ് അവൻ എന്നോടടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഞങ്ങളുമായി ജെല്ലാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. എൻ്റെ മകന് ഈ കാര്യമൊക്കെ നേരത്തെ അറിയാമായിരുന്നു. അവൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അവനും അളിയനും തമ്മിൽ വലിയ ഗുലാനാണ്. പിന്നെ അവനിപ്പോൾ ഹോസ്റ്റലിലാണല്ലോ, വല്ലപ്പോഴും മാത്രമേ വരികയുള്ളൂ. മരുമകൻ വന്നു കഴിഞ്ഞതിൽ പിന്നെ ഞങ്ങളുടെ വീട് കുറച്ച് ശബ്ദമുഖരിതമായി. വിവാദങ്ങളൊക്കെ കെട്ടടങ്ങിയ പോലെയാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. ചില ദിവസം വൈകിട്ട് വന്നു കഴിയുമ്പോഴേക്കും പറയും, അമ്മ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുമെന്ന്. ഞാൻ പറഞ്ഞു, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അമ്മ ഇങ്ങോട്ട് മാറി നിൽക്കി, ഞാനിന്ന് സ്പെഷ്യൽ കറി ഉണ്ടാക്കി തരാമെന്ന്. ഒന്ന് പോടാ, എന്താ സ്പെഷ്യൽ കറി? ഞാനാണെങ്കിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്, നീ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ശരിയാകില്ല. ആര് പറഞ്ഞ് എനിക്ക് പാചകം അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവനൊരു ദിവസം ഒരു കറി ഉണ്ടാക്കി. എൻ്റെ ഭർത്താവിന് സത്യം പറഞ്ഞാൽ അവനോട് അത്ര താല്പര്യമൊന്നുമില്ല. പക്ഷേ ആ കറി കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു, സൂപ്പർ, ഇവന് ഇത്രയും പാചകമൊക്കെ അറിയാമോ?
ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ മകളാണെങ്കിൽ അടുക്കളയിൽ കയറുകയില്ല. ഇപ്പോൾ പിന്നെ ഹോസ്റ്റലൊക്കെ ഉപേക്ഷിച്ച് വീട്ടിൽ നിൽക്കുകയല്ലേ. അതുകൊണ്ട് പലപ്പോഴും അതുവഴി ഒന്ന് വന്നാലായി, അത്രേ ഉള്ളൂ. പക്ഷെ മരുമകൻ അങ്ങനെയല്ല. എൻ്റെ കാര്യങ്ങൾക്ക് എല്ലാം അടുക്കളയിൽ വരും. ഒരു ദിവസം കിടക്കാൻ നേരത്ത് ഭർത്താവിനോട് പറഞ്ഞു, ഇവനെന്താടി ഇങ്ങനെ പെരുമാറുന്നത്? ഒരുമാതിരി പെണ്ണുങ്ങളെപ്പോലെ. പെണ്ണുങ്ങളല്ലേ അടുക്കളയിൽ കയറുന്നതെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയില്ല, അവൻ നല്ലൊരു ആൺകുട്ടിയാണ്. വീട്ടുകാരെന്തായാലും ജാതി മതമൊക്കെ കുഴപ്പമാണെന്ന് പഠിപ്പിച്ചു. അതല്ലാതെ വേറൊരു കുഴപ്പവും പഠിപ്പിച്ചില്ല. ബാക്കി ഇത്തരം നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. ഒരു കണക്കിന് ഉപകാരമാണ്. നോക്ക് എത്ര പെട്ടെന്നാണ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. നല്ല രുചിയൊക്കെ ഉണ്ട്, എന്നാലും ഇത്തിരി ഓവർ അല്ലേടി അവൻ എന്ന് ചോദിച്ചു. ഒന്ന് പോ മനുഷ്യ, നിങ്ങൾ ഇന്ന് വരെ ഉപ്പ് നോക്കാൻ പോലും അടുക്കള വന്നിട്ടില്ലല്ലോ. നിങ്ങൾ വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് നടക്കുന്നു. അവനാണ് എൻ്റെ പ്രിയപ്പെട്ട മരുമകൻ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു, അമ്മായിമ്മയും മരുമകനും തമ്മിൽ അങ്ങ് ഒത്തല്ലോ. അതിന് നിങ്ങൾക്കെന്താ, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്ക് എന്ന് പറഞ്ഞ് ഞാൻ കലഹിച്ചു. എന്തായാലും അവൻ വന്നതിൽ പിന്നെ വീട്ടിലെ സിറ്റുവേഷൻസൊക്കെ കൂടുതൽ നന്നാകാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നി. അതുമാത്രമല്ല, സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ, വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അവൻ ശരിക്കും പറഞ്ഞാൽ ഒരത്ഭുതമാണ്. അത്രയ്ക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നടക്കുന്നത്. ഒരു സിനിമ നടനെ പോലെ തോന്നും ചില സമയത്ത് അവൻ അവിടെ ഇരിക്കുന്നത് കാണുമ്പോഴേക്കും. സത്യം പറഞ്ഞാൽ അവനെ കാണാൻ ഒരു കൗതുകമാണ്. ഇത്രയും സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല. എൻ്റെ മകൾ അവനെ മോഹിച്ചതും ഇത്രയും പെട്ടെന്ന് സ്വന്തമാക്കാൻ വേണ്ടി ഒളിച്ചോടിയതും കുറ്റം പറയാൻ പറ്റില്ല. ആർക്കാണെങ്കിലും അങ്ങനെയൊക്കെ തോന്നിപ്പോകുമെന്ന് എനിക്കും തോന്നി. അവനോട് ഞാൻ ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് അവൾ പുറകെ നടന്ന് പ്രേമിക്കായിരുന്നെന്നും അവൾ തന്നെയാണ് നിർബന്ധിച്ചതെന്നും. എന്തായാലും വീട്ടിൽ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണം കഴിക്കണമെന്ന്. എൻ്റെ മോളുടെ വ്യഗ്രത, സൗന്ദര്യം കാണുന്നിടത്ത് ഏതൊരാളും ഒന്ന് അമ്പരന്ന് പോകും. അത് അവളെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നോർത്തു. എന്തായാലും മരുമകൻ ഞാനും തമ്മിൽ കൂടുതലെടുത്തു. ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ചില സമയത്തൊക്കെ വിഷയങ്ങൾ കാട് കയറിപ്പോകും. അവൻ അവൻ്റെ അഭിപ്രായങ്ങൾ പറയും, ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും. പക്ഷേ മകൾ അടുക്കളയിലേക്ക് വരികയില്ല. കാര്യം അവൾ ഭയങ്കര പഠിപ്പിച്ചാണ്. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടും അവൾക്ക് പഠിത്തത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളില്ല. ഭർത്താവ് പിന്നെ അടുക്കളയിലേക്ക് വരികയില്ലല്ലോ. ഒരു ദിവസം ഹസ്ബൻഡ് അടുക്കളയിലേക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് പറഞ്ഞു, എടാ നീ അവിടെ ചുമ്മാ അവളുടെ വേലക്കാരിയെ പോലെ നിൽക്കാതെ നിനക്കൂടെ നിരിക്കരുതോ, അവൾ ഉണ്ടാക്കിക്കോളൂ. അത് സാരില്ല അച്ഛാ, അമ്മയെ ഞാൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞു. നിന്റെ ഗതി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെങ്കിൽ പോരുകയും ചെയ്തു. ഒരു ദിവസം ചപ്പാത്തിക്ക് അവൻ കറി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ചപ്പാത്തിയല്ല ഉണ്ടാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് മുറ്റത്ത് എന്തോ എടുക്കാൻ പോയതാണ്. തിരിച്ചു കയറി കഴിഞ്ഞപ്പോഴേക്കും എന്താണെന്നറിയില്ല, ഒന്ന് തെന്നിപ്പോയി. എൻ്റെ മുട്ട് വന്ന് കട്ടിളപ്പടിയിൽ ഒറ്റയടി നന്നായി അങ്ങ് വേദനിച്ചു. അങ്ങനെ സംഭവിക്കുന്നില്ല, ഇത്രയും കാലം സംഭവിച്ചിട്ടില്ല. ഞാൻ ശരിക്കും അലറി വിളിച്ചു പോയി. അവൻ പെട്ടെന്ന് എന്താ അമ്മേ, എന്താ പറ്റിയത് എന്ന് പറഞ്ഞ് ഓടി വന്നു. ഞാൻ പറഞ്ഞു, എടാ മുട്ടങ്ങ് ഇടിച്ചെന്ന്. അവൻ പറഞ്ഞു, അമ്മ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് അവൻ മുറ്റത്തേക്ക് ഇറങ്ങി. ഞാനാണെങ്കിൽ മുട്ടിൻ്റെ ചിരട്ട തകർന്നു പോയോ എന്ന് നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ മരവിച്ചിരിക്കുകയാണ്. അപ്പോൾ അവനോട് പറഞ്ഞു, അമ്മ ഞാനൊന്ന് നോക്കട്ടെ, മുറിവല്ലോ ഉണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, വേണ്ട നോക്കണ്ട, മുറിവില്ല, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഞാൻ തുണിയുടെ മുകളിൽ കൂടി തടവിക്കൊണ്ടിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എന്തിനു എത്രയ്ക്ക് നാണിക്കുന്നേ, ഞാൻ ഒന്ന് നോക്കട്ടെ. അല്ല മോളെ വിളിക്കാമെന്ന് പറഞ്ഞു. അമ്മയെ ചുമ്മാ വാശി പിടിക്കരുതേ, ഞാൻ ഒന്ന് നോക്കട്ടെ, ചതവ് മുറിവല്ലോ ഉണ്ടെന്ന്. അങ്ങനെ അവൻ നിർബന്ധിച്ച് നിർബന്ധിച്ചപ്പോൾ ഞാൻ അര ഇഞ്ച് ഇങ്ങനെ മുകളിലേക്ക് കയറ്റി കഴിഞ്ഞപ്പോഴേക്കും അവൻ പെട്ടെന്ന് മുകളിലേക്കൊന്ന് പോയി ഒന്ന് നോക്കി. എന്നിട്ട് ഒന്ന് തിരുമിയിട്ട് പറഞ്ഞു, വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, മുട്ടിൻ്റെ ചിരട്ട കൊണ്ടുകൊണ്ടായിരിക്കും, അമ്മയ്ക്ക് നല്ല വേദന, ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക, അപ്പോൾ കുറയും. ഞാൻ റൂമിൽ പോയിട്ട് എന്തെങ്കിലും ഓയിൻമെൻറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ മോളോട് പറയാൻ. അവളോടൊന്നും പറയുമൊന്നും വേണ്ട, ഞാൻ പുരട്ടിത്തരാം. അമ്മ എന്തിനാണ് ഇത്ര മടിക്കുന്നത്, ഞാൻ അമ്മയുടെ മോനെ പോലെ അല്ലേ ഉള്ളൂ എന്നവൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഭർത്താവിനോട് പറയാൻ പോയില്ല. ഭർത്താവാണെങ്കിൽ ടി വിയിലോ ലാപ്ടോപ്പിലോ വല്ലതും ആയിരിക്കും. അങ്ങേർക്കല്ലെങ്കിൽ എൻ്റെ മുട്ട് പൊട്ടിയാൽ എന്താ, പ്രത്യേകിച്ച് ഓടി വരികയോ തിരുമ്മി തരികയോ ഒന്നും ചെയ്യില്ല. ഇത്രയേ ഉള്ളൂ, കുറച്ച് നാൾ റെസ്റ്റ് എടുക്കുമ്പോൾ അങ്ങ് പോകുമെന്ന് പറയും. മരുമകൻ വെപ്രാളപ്പെട്ട് ഓടുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഇവൻ എന്ത് സ്നേഹമുള്ള പയ്യനാണെന്ന്. എൻ്റെ മോളോട് പറഞ്ഞു കഴിഞ്ഞാലും അവളും ഒരു മന്ദബുദ്ധിയെ പോലെയാണ്, ഇതിലൊന്നും വലിയ താല്പര്യം കാണിക്കില്ല. അവൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം മൊത്തം അവൾ ഇളക്കും, ആ ടൈപ്പാണ്. എന്തായാലും അവൻ പെട്ടെന്ന് തന്നെ ഓയിൻമെൻറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് നന്നായി തിരുമ്മി തന്നു. ഇവിടെ മുറിഞ്ഞോ അമ്മേ, ഇവിടെ ഇടിച്ചോ അമ്മേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, മുറിവൊന്നുമില്ല, ഇടിച്ചതേ ഉള്ളൂ, മുട്ട് മാത്രമായി ഇടിച്ച് എന്ന് പറഞ്ഞു. അവൻ നന്നായി മസാജ് ചെയ്ത് തന്നു. അപ്പോഴാണ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ വേദന ഒന്ന് കുറഞ്ഞത്. ഞാൻ വന്നിട്ട് ഇപ്പോൾ പ്രശ്നമില്ല, ഓക്കെ എന്ന് പറഞ്ഞു. കണ്ടോ, എൻ്റെ കൈയും തൊട്ടപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ശരിയാണ്, പക്ഷേ എന്നാലും ഈ പറഞ്ഞതുപോലെ എനിക്കങ്ങ് നാണമാടാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവോ മക്കളെ പോലും ഒന്ന് തിരുമ്മി തരാൻ വന്നിട്ടില്ല. അതെന്താ ഭർത്താവ് തിരുമ്മി തരാത്തത്?
ഓ, അങ്ങനെ ഒരു മൂരാച്ചി മോനെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങേര് ഒട്ടും താല്പര്യം കാണിക്കില്ല. എനിക്കെന്തെങ്കിലും വയ്യായിക വന്നു കഴിഞ്ഞാൽ അങ്ങേര് ഒന്ന് എത്തി നോക്കും, അത്രയേ ഉള്ളൂ. നല്ല വാക്കുകൾ പറഞ്ഞ് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കില്ല. അത്തരം സ്വഭാവമാണ്. അങ്ങർക്കൊരു മൂക്കിത്തുമ്മൽ വന്നാൽ പോലും ഞാൻ ഓടിപ്പോയി ശുശ്രൂഷിക്കണം. ഇങ്ങനെയാണ് എല്ലാ ഭർത്താക്കന്മാരും. ഇങ്ങനെയാണ്. ഞാനങ്ങനെയുള്ള ഭർത്താവൊന്നുമല്ല. എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ നന്നായി കെയർ ചെയ്യുന്നവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ മകളുടെ ഭാഗ്യം. അല്ലമ്മേ, കെയർ ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ, അച്ഛന് നല്ല സ്നേഹമുണ്ടെന്ന് ചോദിച്ചു. ആ, സ്നേഹമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്? ഇപ്പോഴും ആക്റ്റീവാണോ എന്നോട് ചോദിച്ചു. എന്താണ് നീ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ ചോദിച്ചത് ശരിക്കും സ്നേഹപൂർവ്വമായി ഭർത്താവ് നല്ല രീതിയിൽ ആക്റ്റീവാണോ എന്ന്. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ആ, ആക്റ്റീവൊക്കെയാണ്, അതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങർക്ക് ആവശ്യം വരുമല്ലോ, ആ സമയത്ത് ആക്റ്റീവ് ആകും മോനെ. എല്ലാ സ്ത്രീകളുടെ വിധിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അപ്പോൾ എന്നെ സമ്മതിച്ചു തരണമല്ലോ അമ്മേ. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? നിനക്കെന്താ കുഴപ്പം? ആ, അമ്മയ്ക്ക് അറിയാത്തതുകൊണ്ടാണ്. അവളാണെങ്കിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രം ഷെഡ്യൂൾ ചെയ്ത് മാത്രമേ അനുവദിക്കുകയുള്ളൂ. അല്ലാത്ത ദിവസങ്ങളൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൾ എന്നെ ചാടിക്കും. അത്രത്തോളം ശ്രദ്ധിച്ചാണ് അവൾ മുന്നോട്ട് പോകുന്നത്. അച്ഛനെയും അമ്മയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പഠിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അവൾക്ക് എന്നേക്കാളിപ്പം നിങ്ങളുടെ ഇഷ്ടമാണ് കൂടുതൽ. ഇത്രയും വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പം അവൾ അച്ഛൻ്റെ അമ്മയുടെ കുട്ടി ചമഞ്ഞിട്ട് എന്താ കാര്യം? അത് പിന്നമ്മേ, അവളുടെ സ്നേഹക്കൂടുതൽ കൊണ്ടല്ലേ. എന്തായാലും എൻ്റെ കാര്യം എന്ന് പറയുമ്പോഴേക്കും പല ദിവസങ്ങളിലും ഞാൻ ദാരിദ്ര്യത്തിലമ്മേ എന്ന് പറഞ്ഞു. അത് കേട്ട് ഞാനങ്ങ് പൊട്ടിച്ചിരിച്ചു. എന്നാലും നീ ഇത്രയും തമാശയ്ക്ക് ആ കാര്യങ്ങൾ അവതരിപ്പിച്ചല്ലോ, നിനക്കതിൽ ഒത്തിരി പ്രശ്നമുണ്ടോടാ? ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇപ്പോഴേ ഉണ്ടാക്കരുത് മോളെ, സൂക്ഷിക്കണമെന്ന്. ഓഹോ, അമ്മയാണോ അപ്പോൾ ഇതിന് ഉപദേശമൊക്കെ കൊടുത്തത്? പിന്നെ എൻ്റെ മോൾക്ക് ഞാനല്ലാതെ നീ ഉപദേശിക്കാൻ പറ്റുമോ? ഈ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഉപദേശിക്കേണ്ടത്. നിങ്ങൾ രണ്ടുപേരും യുവശലഭങ്ങളല്ലേ, ഇപ്പോഴേ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയില്ല. നിങ്ങൾക്കിപ്പം ആവേശം മാത്രമേ ഉള്ളൂ. ആഹാ, ഞങ്ങൾക്ക് ആവേശമുണ്ട്, പക്ഷേ എൻ്റെ ആവേശം ഇവിടെ വലുതായിട്ട് കൊടിയേറുന്നില്ല അമ്മേ. എൻ്റെ കാര്യങ്ങളൊക്കെ വളരെ കഷ്ടത്തിലാണെന്ന് പറഞ്ഞല്ലോ. അമ്മയുടെ കാര്യം എന്തായാലും ജോറായി നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ, ഇത്രയും പ്രായമായെന്ന് പറഞ്ഞാലും ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിരിക്കുന്നതല്ലേ. അച്ഛനിപ്പോൾ വീണപ്പോൾ തിരുമ്പി തരാൻ വന്നില്ലെങ്കിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആക്റ്റീവാണല്ലോ, കൊച്ചു കള്ളി എന്ന് പറഞ്ഞു. ചെക്ക, നീ ഓരോന്ന് പറഞ്ഞ് എന്നോട് എല്ലാം പറയുന്ന രീതിയിലായി. അങ്ങനെ ഒരിക്കലും ആകരുത്. അമ്മായിമ്മയും മരുമകനും തമ്മിൽ അമ്മ മകൻ ബന്ധമാണ് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അമ്മ ഒരു ചെറുപ്പമല്ലേ, അമ്മയ്ക്ക് ഞങ്ങളുടെ കോളേജിലൊക്കെ പഠിക്കുന്ന പെമ്പിളാരെ പോലെ ഒരു സ്ഥാനമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഒന്ന് പോടാ. ആ, അത് പോട്ടെ അമ്മേ. അമ്മ എങ്ങനെയാണ് ഇപ്പോഴും സൗന്ദര്യം ഇത്ര നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഏത് ക്രീമാണ് അമ്മ ദേഹത്തൊക്കെ തേക്കുന്നത് എന്ന് ചോദിച്ചു. എന്താണ് നീ അങ്ങനെ ചോദിച്ചത്? അല്ല, സത്യം പറഞ്ഞാൽ പ്രായമൊന്നും അമ്മേ ഒട്ടും ബാധിച്ചില്ല. അല്ല, എന്നെ പ്രായം ബാധിച്ചില്ലെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? അത് പിന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴേക്കും നമുക്കറിയാമല്ലോ. ദേഹം നന്നായി ശ്രദ്ധിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് നല്ല സ്കിന്നായിരിക്കും. അതുകൊണ്ട് സ്കിൻ കണ്ടപ്പോൾ ഞാനങ്ങ് വിചാരിച്ചതാണ്. ഓ, അത് പാരമ്പര്യമാടാ. എൻ്റെ അമ്മയ്ക്കൊക്കെ ഇതുപോലെയായിരുന്നു. ഒട്ടും ചുളി വീഴാത്ത നല്ല സ്കിൻ, വെളുത്ത സ്കിന്നായിരുന്നു പണ്ട് മുതലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ആ, മുഖത്തെ മാത്രം കാര്യമല്ല ഞാൻ പറഞ്ഞത്. എടാ, എനിക്ക് മനസ്സിലായി. നീ എന്തിനാടാ എൻ്റെ മുട്ടും തട്ടിയപ്പോഴേക്കും ഓയിൻമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഓടിയത്? വല്ല ദുരുദ്ദേശമുണ്ടോ? ഭാര്യ ഷെഡ്യൂൾ ചെയ്ത ദിവസങ്ങളിൽ മാത്രമാണ് ആക്റ്റീവ്. അതുകൊണ്ട് നീ കാത്തിരിക്കുന്ന വേഴാമ്പലാണ്. ഇടയ്ക്ക് ഈ പറഞ്ഞതുപോലെ വേറെന്തെങ്കിലും രീതിയിൽ നിൻ്റെ മനസ്സ് ഇങ്ങോട്ട് മാറിയോടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പൊട്ടിച്ചിരിച്ചു. പിന്നെ അമ്മ മധുര 17 ഞാൻ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും പെണ്ണുങ്ങളൊക്കെ വളയും. അതാണ് എൻ്റെ മോൾക്ക് പേടി. എനിക്ക് പേടിയുണ്ട്. ഇത്രയും സൗന്ദര്യമുള്ള ആണുങ്ങളൊക്കെ ഇത്തിരി പ്രശ്നക്കാരാണ്. കാര്യം ഒത്തിരി പെണ്ണുങ്ങൾ പുറകെ ഒട്ടും. അവസാനം കുളമാകുമോ? നിന്നെ കണ്ടിട്ടിപ്പം നല്ല ഇളക്കക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നു. നീ പാചകം ചെയ്യുമ്പോൾ ഇളക്കമല്ല, അല്ലാതുള്ള ഇളക്കം നിനക്ക് നല്ലപോലെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കുറ്റം പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇളകേണ്ട സ്ഥലത്ത് ഞാൻ ഇളകാറുണ്ട്. പിന്നെ ഫാമിലി, അതൊക്കെ ഞാൻ അത്യാവശ്യം നന്നായി മാനേജ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. എൻ്റെ ഭാര്യയെ ഞാൻ ഉപേക്ഷിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. പിന്നമ്മേ, ഒന്ന് തുടങ്ങിക്കഴിഞ്ഞല്ലേ പിന്നെ അങ്ങ് ആഗ്രഹമായിരിക്കും. പക്ഷേ തുടങ്ങിയ ആഗ്രഹങ്ങൾ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലേ പിന്നെ ഇല്ലാത്ത ദിവസങ്ങളിൽ വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും. അതിൻ്റെ കുഴപ്പം എനിക്കുണ്ട്. അമ്മ പറഞ്ഞത് കറക്റ്റാണ്. നമുക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ പ്രശ്നമില്ല, കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിന്ന് പോയി കഴിഞ്ഞാലേ ഒരു ലഹരി പോലെയാണ് എന്ന് പറഞ്ഞു. നിനക്ക് നല്ല അടിയുടെ കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പം മരുമകൻ പൊട്ടിച്ചിരിച്ചു. അമ്മയാണ് യഥാർത്ഥത്തിൽ എൻ്റെ പ്രശ്നം കണ്ടുപിടിച്ചത്, എനിക്ക് എന്തിൻ്റെ കുറവാണെന്ന് എന്ന് പറഞ്ഞിട്ട് അവൻ ചിരിച്ചത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി.
ഞാൻ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ അവന് ഒരു പ്രശ്നവുമില്ല. ഊറിച്ചിരിച്ചുകൊണ്ടാണ് നിന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോഴില്ലേ, ഒരു ദിവസം രാത്രി ഞങ്ങൾ വ്യത്യസ്തമായി ആലു പറാത്ത ഉണ്ടാക്കുകയായിരുന്നു. അവനത് ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ പൊടിച്ച് കുഴച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് പറഞ്ഞു, അമ്മേ, അന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ശരിക്കും ദേഷ്യം വന്നോ, അതോ അമ്മ ആസ്വദിച്ചോ എന്ന് ചോദിച്ചു. ഒന്ന് പോടാ, അങ്ങനെ ആസ്വദിക്കാൻ പറ്റുമോ? നീ എൻ്റെ മരുമകനല്ലേ? അമ്മ ചുമ്മാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിന് പേര് പോലെ എൻ്റെ മരുമകനല്ലേ മരുമകനല്ലേ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? മരുമകന് അമ്മേ വല്ല സാന്ദ്രം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ ഇല്ലേ, ചപ്പാത്തിക്കോല് അടുത്തിരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് ഒരു കുത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ അവൻ പറയുകയാണ്, ശരിക്കും ചപ്പാത്തിക്കോലിനുള്ള കുത്ത് അമ്മയ്ക്കാ കിട്ടേണ്ടിയെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പിന്നെ മനസ്സിലായി ഇവൻ പറഞ്ഞത് എന്താണെന്നും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി അധിക ശബ്ദം ഉണ്ടാക്കാതെ അവിടെ ഒരു വാക്പോര് തന്നെ നടത്തി. എടാ, നീ പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കോളേജിലൊക്കെ ഞാനും പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇത് കോളേജിലൊന്നും പോയി പഠിക്കേണ്ട കാര്യമില്ലല്ലോ, സ്വാഭാവികമുള്ള കാര്യമല്ലേ അമ്മേ. എന്തായാലും അവളോടൊന്നും പറയാൻ പറ്റില്ല. അവൾ 2-3 വർഷത്തേക്ക് ഭയങ്കര ബിസിയാണ്. എനിക്ക് ആരോടെങ്കിലുമൊക്കെ പറയണ്ടേ? അമ്മ ജോലി ടൈപ്പല്ലേ, അതുകൊണ്ടാണ് അമ്മയോട് പറഞ്ഞത്. അവളാണെങ്കിൽ പഠിപ്പിച്ചെന്ന് പറഞ്ഞ് 24 മണിക്കൂർ ഇരിക്കുക. പിന്നെ കലണ്ടറിൽ നോക്കിയിട്ട് ഏതോ ഒരു ദിവസം ഓക്കെ എന്ന് പറയും. ഇതാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവാൻ തോന്നില്ല. അതെന്താടാ, നീ വലിയ പ്രശ്നം ഉണ്ടാക്കുമോ? അവളെ ഇട്ടിട്ട് നീ പോകുമോ? ഇത്രയും വിവാദം ഉണ്ടാക്കിയിട്ട് അവസാനം എൻ്റെ മോള് വലിയ പ്രശ്നത്തിലാകുമെന്ന്. അവളെ ഉപേക്ഷിക്കില്ല അമ്മ. പക്ഷേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മറ്റു പല പ്രശ്നങ്ങളും തോന്നുന്നു. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയോട് പറയുന്നുണ്ട്. അല്ലാതൊക്കെ പുറത്തുള്ള ചില ആൾക്കാരൊക്കെ എന്നോട് മിണ്ടാൻ വരുമ്പോൾ, എൻ്റെ ഓഫീസിലുള്ള പെണ്ണുങ്ങളൊക്കെ എന്നോട് സംസാരിക്കാൻ വരുമ്പോൾ എനിക്ക് അവരോട് അട്രാക്ഷൻ തോന്നുന്നു. കാര്യം എന്താണെന്നറിയില്ല. പണ്ട് ഞാൻ നല്ലൊരു കുട്ടിയായിരുന്നു. കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാനിങ്ങനെ മാറിപ്പോയത്. ഇപ്പോൾ എനിക്ക് അനാവശ്യമായി അക്കരയ്ക്ക് ഇക്കരയ്ക്കും ചാടാൻ തോന്നുന്നു പറഞ്ഞു. ചാടാൻ തോന്നുന്നു. നിൻ്റെ ഭാര്യ എൻ്റെ മോളില്ലേ, അവൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലല്ലേ കട്ട്, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. എനിക്കറിയാം അവൾ അറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല അമ്മേ. പക്ഷെ എന്നാലും മനസ്സ് ഇടയ്ക്കിടയ്ക്ക് വേലി ചാടുന്നുണ്ടോ എന്നൊരു സംശയം. നിന്റെ സംശയം? നീ ശരിയല്ല, അവൾക്ക് പറ്റിയൊരു പറ്റാ നീ എന്ന് പറഞ്ഞു. പുറംതിരിഞ്ഞ് നിൽക്കുന്ന എൻ്റെ അടുത്ത് വന്നിട്ട് അവൻ പുറകിൽ നിന്ന് പറഞ്ഞു, അമ്മ എങ്ങനെ വെറുതെ പറയരുത്. ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓപ്പണപ്പായിട്ട് പറഞ്ഞിട്ട് അമ്മ എന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആരോപിക്കരുത് എന്ന് പറഞ്ഞു. ഞാനിപ്പം പിന്നെ ചപ്പാത്തിക്കോല് വെച്ച് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇല്ലേ, അവൻ പെട്ടെന്ന് ഒന്ന് മുട്ടിയിട്ട് അങ്ങ് പോയി. ഞാനാണെങ്കിൽ ഓർത്തു, ദൈവമേ, ചപ്പാത്തിക്കോല് എൻ്റെ കയ്യിലല്ലേ, ഇതെന്താ എന്ന് ഞാൻ ഓർത്തു. എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി. ചെക്കന് ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളാണെന്ന്. ഞാൻ ചോദിച്ചു, എന്താണ് നീ ഇപ്പോൾ കാണിച്ചത്? ഇത് ഞാൻ അവളോട് വിളിച്ച് പറയുന്നുണ്ടെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കുളമാകുന്നതിൽ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരിക്കുമല്ലോ, ഒരു പ്രശ്നവുമില്ല. വിവാദങ്ങളല്ലേ, എന്തായാലും ഇതും വിവാദമാകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്നാലും നീ ഇപ്പം കാണിച്ചത് ഒട്ടും ശരിയായില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പിന്നെയും മുന്നോട്ട് വന്നിട്ട് അതേപോലെ പ്രവർത്തിച്ചു. പുറകിൽ നിന്ന് അവൻ എന്നെ ആശ്ലേഷിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് നല്ല ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. കൊതിയോടുകൂടി അമ്മ എന്നെ നോക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാനിവിടെ ഷോർട്സ് ഇട്ട് നടക്കുമ്പോൾ അമ്മ നോക്കുന്നത് എനിക്ക് പലപ്പോഴും നല്ല രസമായി തോന്നിയിട്ടുണ്ടെന്ന്. ഒന്ന് പോടാ, ഞാൻ വേറെന്തെങ്കിലും കാര്യമായിട്ട് നോക്കിയായിരിക്കുന്നു. വേറെന്തെങ്കിലും നോക്കിയെന്ന് എനിക്ക് മനസ്സിലായി. അമ്മ ഇനി ജാട എടുക്കരുത്, നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാം. അമ്മയുടെ മോള് അവിടെ സ്വസ്ഥമായിട്ടിരുന്നോട്ടെ, ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഈ വീട്ടിൽ ഒരു പൂങ്കാവനം തീർക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരിയാകില്ല, നടക്കില്ല, അതൊന്നും നാട്ടിൽ നടക്കുന്ന കാര്യമില്ലെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, നാട്ടിൽ നടക്കുന്ന കാര്യം നമുക്കറിയേണ്ട കാര്യമില്ല, നമ്മളുടെ വീട്ടിൽ വല്ലതും നടക്കുമെന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അവൻ ചെറിയ ചെറിയ കുറുമ്പുകൾ കാട്ടാൻ തുടങ്ങി. എനിക്ക് എന്തു പറയണമെന്നറിയില്ല. ഞാൻ പറഞ്ഞു, വേണ്ട, അവളോ എൻ്റെ ഭർത്താവോ വരുമെന്ന്. ഇന്ന് വരെ അവരിവിടെ വന്നിട്ടില്ല. ഒരു കുഴപ്പമില്ലമേ, ഒരു 2 മണിക്കൂർ നമുക്കിവിടെ കുസൃതികളുമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വേണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിലും കൈവിരലുകൾ കൊണ്ടുള്ള മായാജാലങ്ങൾ അവൻ കാട്ടിത്തുടങ്ങിയപ്പോൾ ഭയന്നിട്ടാണെങ്കിലും ഞാനത് ഇഷ്ടപ്പെടുന്ന പോലെ എനിക്ക് തോന്നി. നീർച്ചുഴിയിൽ വട്ടം കറങ്ങി പെട്ടുപോയതുപോലെ എനിക്ക് തോന്നി. എന്തായാലും 10 മിനിറ്റ് കൊണ്ട് എനിക്കെന്തോ എല്ലാ തെറ്റുകളും വേറേതോ ലോകത്ത് ആകുന്ന പോലെ തോന്നി. ഇതാണ് ശരി, ഇതെനിക്ക് കിട്ടിയ ഒരു അസുലഭ നിമിഷമാണെന്ന് തോന്നിപ്പോയി മാഡം. അവിടുന്ന് അങ്ങോട്ട് ആദ്യം കുസൃതിത്തരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് പ്രോപ്പറായുള്ള ഒരു ടൈമോ പ്ലേസോ ഒന്നുമില്ല. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഒരു സമയത്ത് എൻ്റെ മകൾ അവിടെ ഇല്ല.
പിന്നെ ഹസ്ബൻഡുമില്ല. ആ സമയത്ത് അവൻ ഉച്ചയ്ക്ക് വന്നു. അന്ന് പിന്നെ ഒരു ചോദ്യമോ പറച്ചിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. നേരെ കടക്കുകയായിരുന്നു ചക്രവ്യൂഹത്തിലേക്ക്. എനിക്കും അത് ഒത്തിരി ഇഷ്ടമായിരുന്നു. പൂർണ്ണമായ സമ്മതവുമായിരുന്നു. കാര്യം കാലം കാത്തുവെച്ച വ്യത്യസ്തമായ അനുഭവങ്ങൾ എനിക്കും ആവശ്യമായിരുന്നു എന്ന് തോന്നുന്നു. ഒരു യുവചലനം എനിക്കും ആവശ്യമാണെന്ന് തോന്നിപ്പോയി. അതോടുകൂടി ഞാനും ആ മാസ്മരിക വലയത്തിൽ അകപ്പെട്ടു പോയി. ഒരു പ്രശ്നവുമില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭർത്താവും ഞാനും തമ്മിലുള്ള സജീവമായ ബന്ധങ്ങളൊന്നും ഒരു ബന്ധമല്ല. ഇതാണ് ശരിക്കും ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ന്യൂ ട്രിക്കുകളും അറിയാം. അതാണ് ഏത് ജനറേഷനിൽപ്പെട്ടവർക്കും വേണ്ടത്. ഇത്തരം കാര്യങ്ങളൊന്നും പഴയകാല ആൾക്കാർക്ക് അറിയില്ലേ? അതോ അവർ മറന്നു വെച്ചതാണോ? അതോ ആത്മാർത്ഥതയില്ലാത്താണോ? എൻ്റെ ഭർത്താവ് എത്ര വലിയവനാണെന്നും സ്നേഹമുള്ളവനാണെന്നും ഞാൻ വർണ്ണിച്ചെന്ന് പറഞ്ഞാലും അതൊന്നും ഇവിടെ വിലപ്പോകില്ല. ഇവൻ്റെ മുന്നിൽ സീറോയാണ് എൻ്റെ ഭർത്താവ് എന്ന് തോന്നാൻ മാത്രമുള്ള നിമിഷങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. പിന്നീട് രഹസ്യമായി അവൻ പല സമയത്തും ജോലി സ്ഥലത്തുനിന്ന് വരും. അങ്ങനെയാണ് ഇത്ര നാളും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് എൻ്റെ മൈൻഡ് സെറ്റപ്പ് ആകെ മാറിപ്പോയി. ഹസ്ബൻഡ് ഇപ്പോഴും സജീവമായ കാര്യങ്ങൾക്ക് എന്നോട് ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ ആദ്യം എനിക്ക് രണ്ടും മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ശക്തിയുക്തം എതിർക്കുകയാണ്. ഹസ്ബൻഡ് എൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഞാൻ പറയും എനിക്ക് താല്പര്യമില്ല, എല്ലാം സ്റ്റോപ്പ് ചെയ്യുകയാണെന്ന്. അദ്ദേഹം എന്നെ പലതവണ ഉപദേശിച്ചു. എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്, എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്നേഹമില്ലാത്ത ഒരു ജീവിതം ഞാൻ നയിച്ചു, എനിക്കിനി വയ്യ, വേണ്ട എന്നൊക്കെ പറയുകയാണ്. ഇതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ കലഹങ്ങൾ പതിവാണ്. എന്തുകൊണ്ടോ ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിനെ വെറുക്കുന്നു. ഒരു രീതിയിലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സ് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് മാറിപ്പോയെന്ന് എനിക്കറിയില്ല. ഇതിനൊരു പ്രതിവിധി എന്താണ് മാഡം എന്നാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ഒരിക്കലും പാടില്ലാത്തൊരു കാര്യത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ശരിയാണ്, ഭർത്താവും നിങ്ങളും തമ്മിൽ ചെറിയൊരു കോർഡിനേഷൻ മാത്രമുള്ളൂ. എങ്കിലും സക്സസ് ആയിട്ട് ഇത്രയും നല്ലൊരു ദാമ്പത്യ ബന്ധം, നല്ല രീതിയിലുള്ള പൊരുത്തമൊക്കെ ഉള്ള ആൾക്കാരാണ്. അല്ലറ ശ്രദ്ധക്കുറവൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം, അത്രയേ ഉള്ളൂ. സജീവമായി പോയിക്കൊണ്ടിരുന്ന കാര്യം നിങ്ങൾക്ക് അത്ര വലിയ കാര്യമൊന്നും അല്ലായിരുന്നെങ്കിലും നിങ്ങൾ തമ്മിലുള്ള അത്യാവശ്യമായ ആ പൊരുത്തം പോലും ഒരു പുതിയ ആൾ വന്നു കഴിഞ്ഞപ്പോൾ നഷ്ടമായിരിക്കുകയാണ്. നിങ്ങൾ പൂർണ്ണമായും മരുമകളിലേക്ക് അട്രാക്റ്റഡ് ആയിരിക്കുന്നു. ഒരിക്കലും അത് പാടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ബന്ധങ്ങളൊന്നും ശരിയല്ല, സദാചാരമൊക്കെ പോയിക്കോട്ടെ, എങ്കിൽ കൂടിയും നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും അനാവശ്യമായിട്ട് ആ ബന്ധത്തിലേക്ക് ചാഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്ത് പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ നിങ്ങളുടെ മരുമകൻ നിങ്ങളോട് അമിതമായ സ്നേഹം കാണിക്കുന്നു, മറുവശത്ത് ഭാര്യ അവൻ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതം കുളമാകില്ലേ? മരുമകൻ രണ്ട് കാര്യങ്ങളും മാനേജ് ചെയ്തു പോകുന്നു, നിങ്ങൾക്ക് പക്ഷെ പറ്റുന്നില്ല. അനാവശ്യമായ ഒരു ഇൻട്രസ്റ്റ് അല്ലേ അത്? അതിൻ്റെ ആവശ്യമുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒട്ടും പിന്മാറാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഭർത്താവിനെ ആലോചിക്കുക. അങ്ങേര് തെറ്റൊന്നും ചെയ്യുന്നില്ല, അങ്ങേർക്ക് ന്യായമായ അവകാശങ്ങളില്ലേ? അങ്ങേര് എന്ത് തെറ്റ് ചെയ്തോ? ഒന്നുമില്ല. പണ്ടത്തെ സ്വഭാവം പോലെ തന്നെ ഇപ്പോഴും പുള്ളിയുടെ സ്വഭാവം, അങ്ങേർക്ക് മാറ്റമൊന്നുമില്ല. നിങ്ങൾ പക്ഷേ അദ്ദേഹത്തെ വഞ്ചിക്കുന്നുണ്ട്, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനെതിരെ പെരുമാറുകയും ചെയ്യുന്നു. അത് ന്യായമേ അല്ല. ഒന്നുകിൽ രണ്ട് ബന്ധങ്ങളും വേണമെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കുക. അത് നല്ല കാര്യമൊന്നുമല്ല, ഉപദേശിക്കാനും പറ്റില്ല. നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിയിട്ട് ഭർത്താവിനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ഏറ്റവും നല്ല വഴി. അറ്റ്ലീസ്റ്റ് മാന്യമായുള്ളൊരു സഹകരണം അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ സ്വന്തം പാർട്ണർക്ക് കൊടുക്കുക, അത്രയെങ്കിലും ചെയ്യണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം?